ഹലോ വെൽക്കം ടു ലേണിംഗ്. ഐ ആം മിത്ന മുരളി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റിവിഷൻ ക്ലാസ്സാണ് എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയുടെ മൊഡ്യൂൾ 2 ആൻഡ് 3. മൊഡ്യൂൾ 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അതുപോലെ തന്നെ മൊഡ്യൂൾ 2 ആൻഡ് 3 കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്യും, കൂടുതൽ തവണ ചോദിച്ചത് ഏതാണെന്നൊക്കെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൊഡ്യൂൾ 2-ലാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. CHCl3 gives a singlet at 7.26 ppm while CH3Cl shows singlet at 3.06 ppm in the 1H NMR spectrum. Give reason. Okay, അപ്പോൾ നമ്മൾ ഈ NMR സ്പെക്ട്രം എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊരു 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജസ്റ്റ് എന്താണെന്ന് അതിൻ്റെ ആ റീസൺ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഫസ്റ്റ് വൺ CH3Cl എന്ന് പറയുന്നത് അതിൽ എത്ര ആറ്റംസ് ഉണ്ട്? 3 ക്ലോറിൻ ആറ്റംസ് ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ അതിൽ മോർ ഡി ഷീൽഡിങ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സിംഗ്ലറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സിംഗ്ലറ്റ് അറ്റ് 7.26 ppm ഉണ്ടാവും. ഓക്കെ, 3 ക്ലോറിൻ ആറ്റംസ് ആണ്. ഇനി സെക്കൻഡ് CH3Cl എന്ന് പറയുന്നത് അവിടെ 1 ക്ലോറിൻ ആറ്റം ഉള്ളൂ. അപ്പോൾ അവിടെ ഷീൽഡിങ് എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ സിംഗ്ലറ്റ് എത്രയായിരിക്കും? 3.06 ppm-ലായിരിക്കും. ഓക്കെ, അതായത് നമ്മുടെ ബോൺസ് CL3 3 ക്ലോറിൻ വരുമ്പോൾ അവിടെ ഷീൽഡിങ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അവിടെ സിംഗ്ലറ്റ് എന്തായാലും 7.26 ppm ആവും. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ബ്രോഡനിങ് ഓഫ് UV വിസിബിൾ ഇലക്ട്രോണിക് സ്പെക്ട്രം. ഓക്കെ, അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. An electronic transition is always accompanied by large number of vibrational and rotational energy changes. Thus, the UV spectrum appears as broad bands. അതായത് ഈ UV വിസിബിൾ സ്പെക്ട്രം നമ്മൾ പഠിച്ചപ്പം അവിടെ രണ്ടിൻ്റെയും, അതായത് UVയുടെയും വിസിബിളിൻ്റെയും റേഞ്ചിലുള്ള ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ അവിടെ സ്പെക്ട്രം ഉണ്ടാവും. ഓക്കെ, അതിന് റീസൺ ആവുന്ന 2 എനർജി ഉണ്ട്. ഒന്ന് റൊട്ടേഷണൽ എനർജി ബാൻഡ്സും ഉണ്ട്, മറ്റേതെന്താ വൈബ്രേഷണൽ എനർജി ബാൻഡ്സും ഉണ്ട്. അപ്പോൾ അത് രണ്ടും തമ്മിലുണ്ടാകുമ്പോൾ അതിൽ ലാർജ് നമ്പർ ഓഫ് എനർജി ചേഞ്ചസ് ഉണ്ടാവും ഇലക്ട്രോൺ ട്രാൻസിഷൻ്റെ സമയത്ത്. അതായത് 2 ലൈറ്റും അതിന് കാരണമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ UV വിസിബിൾ സ്പെക്ട്രത്തിൽ ബ്രോഡ് ബാൻഡ്സ് ആയിരിക്കും, ബ്രോഡനിങ് സ്പെക്ട്രം ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ഇത് കുറേ തവണ ചോദിച്ചിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദ മോളിക്കുലർ ഓർബിറ്റൽ എനർജി ഡയഗ്രാം ഓഫ് ഈഥെയ്ൻ. ഫസ്റ്റ് വൺ ഈഥെയ്ൻ്റെ, സെക്കൻഡ് വൺ 1,3 ബ്യൂട്ടാഡൈൻ, തേർഡ് 1,3,5 ഹെക്സാട്രൈൻ, ഫോർത്ത് ബെൻസീൻ. ടു എക്സ്പ്ലെയിൻ ദ UV ഈസ് അബ്സോർപ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മോസ്റ്റ്ലി ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കറക്റ്റായിട്ട് പഠിക്കുക. ഈ 4 എണ്ണത്തിൻ്റെയാണ് എപ്പോഴും ചോദിച്ചിട്ടുള്ളത്. റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ മൊഡ്യൂളിൽ പഠിക്കുക. സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് എന്താണ്? ഈ 4 എണ്ണത്തിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈഥെയ്ൻ്റെ നോക്കാം. ഈഥെയ്ൻ എന്ന് പറഞ്ഞാൽ unsaturated hydrocarbons contain double bonds and triple bonds. Shows this type of transition. Okay, for example, C double bond C of ethylene molecule gives an absorption maximum at 169 nanometer. Ethane has 2 pi molecular orbitals, zeta 1 and zeta 2, formed by linear combination of 2 atomic orbitals. Here zeta 1 8 bonding molecular orbital and zeta 2 is anti-bonding orbital. In ground state, the 2 pi electron occupy bonding molecular orbital. Here the transition takes place from HOMO 5.1 to LUMO 5.2. Okay, അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ട്രാൻസിഷനാണല്ലേ. അതായത് ഒരു സ്റ്റാൻഡേർഡ്, അതായത് കുറച്ച് ഇലക്ട്രോൺ ട്രാൻസിഷൻസ് ഉണ്ട്. അതായത് സിഗ്മയുടെ ഹയർ ട്രാൻസിഷൻ ലെവലാണ് സിഗ്മ സ്റ്റാർ,
പൈ ലെവൽ പൈ ഉണ്ട്, പൈയുടെ ട്രാൻസിഷനാണ്, എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് എന്ത്, പൈ സ്റ്റാർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈത്തൈനാണ് CH2 ഡബിൾ ബോണ്ട് CH2, ഇത് സിഗ്മയെന്ന് പൈന്ന്, ഓക്കെ 2π എന്നുള്ള മോളിക്കുലാർ ഇതെന്ന് പൈ സ്റ്റാറിലേക്കാണ് എന്താവുന്നത്, എക്സൈറ്റ് ആവുന്നത്. ഓക്കെ, അങ്ങനെ എക്സൈറ്റ് ആവുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഒരു എനർജി റിലീസ് ഉണ്ടാവും. ഓക്കെ, എനർജി റിലീസ് ഉണ്ടാവുമ്പോൾ ആ ഒരു എന്താണ് അബ്സോർപ്ഷൻ മാക്സിമം ആണ് എത്ര, നമ്മുടെ 169 നാനോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഈതേൻ്റെ ഈ ഫിഗറും വെച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് ഒന്ന് ബോണ്ടിങ് ലെയർ ഉണ്ടാവും, ഒന്ന് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റലും ഉണ്ടാവും. അപ്പോൾ ഈ ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റലിൽ നിന്ന് ഈ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്താവും, എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് മൂവ് ഓൺ ചെയ്യും. അതായത് ഇവിടെ നിന്ന് പൈയിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, പൈ സ്റ്റാർ, അതായത് പൈ ഓർബിറ്റലിൻ്റെ എക്സൈറ്റഡ് ഓർബിറ്റലാണ് ഇത്, പൈ സ്റ്റാർ. ഓക്കെ, നെക്സ്റ്റ് 1,3 ബ്യൂട്ടാഡൈ. ഓക്കെ, ഇവിടെ എന്താണ് അബ്സോർപ്ഷൻ മാക്സിമം എത്രയാണ്, 217 നാനോമീറ്റർ ആണ്. ഇവിടെ 2 ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, ഇവിടെ 4π മോളിക്കുലാർ ഓർബിറ്റിൽ നിന്നാണ് അത് പോകുന്നത്, പൈന്ന് പൈ സ്റ്റാറിലേക്ക് തന്നെയാണ്. ഇവിടെ θ1, θ2, θ3 ആൻഡ് θ4 4 ഉണ്ട്. അതിൽ ആദ്യത്തെ 2 ബോണ്ടിങ്ങും ആയിരിക്കും, ആൻഡ് ലാസ്റ്റ് 2 ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഈ 4π ഇലക്ട്രോൺസും ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലായിരിക്കും. അത് ട്രാൻസിഷൻ സംഭവിച്ചിട്ട് നമ്മുടെ ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റലിലേക്ക് മൂവ് ചെയ്യും. അതായത് നമ്മുടെ സെക്കൻഡ് ഹോമോ 5-2 നിന്ന് ലൂമോ 5-2ലേക്ക് അത് ജമ്പ് ചെയ്യും. അതിൻ്റെ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 217 ആണ്. ഓക്കെ, സോ ഈ ഫിഗർ വെച്ചിട്ട് തന്നെ പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് 135 ഹെക്സാടെറീൻ ആണ്. ഓക്കെ, സോ അതിലും നമ്മുടെ മാക്സിമം അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 247 നാനോമീറ്റർ ആണ്. ഇവിടെ 3 ഡബിൾ ബോണ്ട്സ് ആണുള്ളത്. അപ്പോൾ എത്ര, 6π മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവും. ഓക്കെ, അതായത് 5-1, 5-2, 5-3, 5-4, 5-5, 5-6 അങ്ങനെ. അതിൽ തന്നെ ഫസ്റ്റ് 3 ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ, അതായത് പകുതി ബോണ്ടിങ്ങും ആയിരിക്കും, പകുതി ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റലും ആയിരിക്കും. ഓക്കെ, അതൊന്ന് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം എല്ലാം എന്തായിരിക്കും, 6-5 ഇലക്ട്രോൺസും ബോണ്ടിങ് ഓർബിറ്റൽസ് ആയിരിക്കും. വൺസ് അത് എക്സൈറ്റഡ് ആവുമ്പോഴാണ് അതെന്താവുന്ന അടുത്ത, അതായത് എക്സൈറ്റഡ് ഓർബിറ്റിലേക്ക് പോകുന്നത്. നോക്കി, ഹോമോ 5-3 നിന്ന് ലോമോ 5-4ലേക്കാണ് എക്സൈറ്റേഷൻ സംഭവിക്കുന്നത്. ഈ HOMO എന്ന് പറയുന്നത് ഹയസ്റ്റ് ഓക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റിലാണ്. അതായത് അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, ലീസ്റ്റ് അൺഓക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റിലേക്കാണ് ഈ എക്സൈറ്റേഷൻ, അതിൻ്റെ അടുത്ത എനർജി ലെവലിലേക്ക്. അവിടെ empty ആയതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലാണല്ലേ, ഹൈലി ഓക്യുപ്പൈഡ് ആയതിൽ നിന്ന് ലീസ്റ്റ് അൺഓക്യുപ്പൈഡിലേക്കാണ് അത് എക്സൈറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് വൺ ബെൻസീൻ ആണ്. ബെൻസീൻ്റെ മാക്സിമം അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 255 നാനോമീറ്റർ ആണ്. ഓക്കെ, ഇവിടെയും 3 ഡബിൾ ബോണ്ട്സ് ആണുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 6π മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവും. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ആദ്യത്തെ 3 ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസും ലാസ്റ്റ് 3 ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസും ആയിരിക്കും. അതിൽ ഈ ഹോമോയിൽ നിന്ന് ലോമോയിലേക്ക് തന്നെ പോകുന്നത്. അതിൽ ഈ 5-2, 5-3, 5-4, 5-5 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡീജനറേറ്റിംഗ് ഓർബിറ്റൽസ് ആയിരിക്കും. ആ ഒരു ചേഞ്ച് മാത്രമാണ് ഇവിടെ ബെൻസീൻ്റെ കേസിലുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിനെ വരച്ചിരിക്കുന്ന രീതിയിലൊരു ഡിഫറൻസ് ഉണ്ട്. കണ്ടോ, 5-2, 5-4, 5-3 ആൻഡ് 5-5. ഓക്കെ, അതൊരു ഡീജനറേറ്റിംഗ് ഓർബിറ്റൽസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്.
അതുകൊണ്ടാണ് നമുക്ക് ഇതന്നെയാണ് സിലബസിൽ പഠിക്കാനുള്ളത്, ഈ 4 കേസ്. അപ്പോൾ അതുതന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കണ്ടിട്ടുള്ളത്. 10 മാർക്സിന് കണ്ടിട്ടുണ്ട്, 8 മാർക്സിന് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഈ ഫിഗർ വരച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഓർഗാനിക് കോമ്പൗണ്ട് C3H6O contain a carbonyl group. How will its NMR spectrum decide whether it is an alkylate or ketone? അപ്പോൾ നമ്മൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, അതിൽ കാർബോണൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിൻ്റെ NMR സ്പെക്ട്രം വെച്ചിട്ട് അത് കീറ്റോൺ ആണോ ആൽഡിഹൈഡ് ആണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ അസറ്റോൺ, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ C3H6O എന്ന് പറയുന്നത് പ്രൊപ്പയോണാണ് അല്ലേ. അപ്പോൾ ഇൻ അസറ്റോൺ all protons are in same kind of environment and give only one peak. In propion aldehyde there are 3 types of protons, A, B, C. A type having 3 protons, B type having 2 protons and C type having 1 proton. The NMR spectrum contains 3 peaks. One triplet at 1 ppm, multiplet at 2.5 ppm and triplet at 9.5 ppm. Therefore, if the NMR contains 3 ppm peaks, it is aldehyde, and if the NMR contains 1 peak, it is ketone. Okay. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ അസറ്റോണിൽ എല്ലാ പ്രോട്ടോൺസും ഒരേ കൈൻഡ് ആയിരിക്കും. ഓക്കെ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇപ്പോൾ 3 ടൈപ്പ് പ്രോട്ടോൺസ് ഉണ്ടെങ്കിലും അവിടെ സിംഗിൾ ലൈനാണ് ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ പ്രൊപ്പയോണാണ്, അവിടെ എന്താണുള്ളൂ, സിംഗിൾ ലൈനേ ഉള്ളൂ. ഓക്കെ. അതായതുകൊണ്ട് അതെന്താണ്, കീറ്റോൺ ടൈപ്പാണ്. ഓക്കെ. അപ്പോൾ ഇനി ആൽഡിഹൈഡ് ആണെങ്കിൽ അവിടെ 3 ടൈപ്പ് ഓഫ് പ്രോട്ടോൺസ് ഉണ്ടാവും. 3 ടൈപ്പ് ഓഫ് പ്രോട്ടോൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ A, B, C എന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അതിൽ A എന്ന് പറയുന്നത് 3 പ്രോട്ടോൺസ് ഉള്ളതായിരിക്കും, B എന്ന് പറയുന്നത് 2 പ്രോട്ടോൺസ്, C എന്ന് പറയുന്നത് 1 പ്രോട്ടോൺ. അപ്പോൾ അതിൻ്റെ പീക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് 3 എണ്ണം ഉള്ളത്, അതായത് Aക്ക് 3 പ്രോട്ടോൺസ് ആണ്, 3 എണ്ണത്തിന് മാർക്ക് ചെയ്യണം, Bക്ക് 2 എണ്ണം, പിന്നെ Cക്ക് സിംഗിൾ. അങ്ങനെ വരുമ്പോൾ 3 പീക്സിൻ്റെ അത് കാണിക്കേണ്ടി വരും. അങ്ങനെ 3 പീക്സ് ഉണ്ടെങ്കിൽ അത് ആൽഡിഹൈഡും, സിംഗിൾ പീക്ക് ആണെങ്കിൽ അത് കീറ്റോൺ ആണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന C3H6ന് ഇവിടെ എത്ര ഉണ്ട്, 1 പീക്കേ ഉള്ളൂ. അപ്പോൾ അതെന്താണ്, കീറ്റോൺ ആണ്. ഓക്കെ. അങ്ങനെ നമ്മൾ ആ പീക്സിൻ്റെ എണ്ണം വെച്ചിട്ട് അത് എന്താണെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അത്രയാണ് അവർ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ എത്ര പീക്ക് ഉണ്ടെന്ന് നോക്കിയിട്ടാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്പിൻ സ്പ്ലിറ്റിങ്ങിൻ്റെയാണ്. എക്സ്പ്ലെയിൻ ദ ഒറിജിൻ ഓഫ് സ്പിൻ സ്പ്ലിറ്റിംഗ് ആൻഡ് ഡ്രോ ദ സ്പ്ലിറ്റിംഗ് പാറ്റേൺ ഇൻ CH3, CH2, CH2, Cl. ഓക്കെ. അപ്പോൾ സ്പിൻ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഫ്രം ദ ഇൻട്രാക്ഷൻ ഓഫ് ന്യൂക്ലിയർ സ്പിൻ ഓഫ് ദ ഹൈഡ്രജൻ ആറ്റംസ് ഓൺ ദ അഡ്ജസൻറ്റ് കാർബൺ ആറ്റംസ്. അതായത് സ്പിൻ സ്പ്ലിറ്റിംഗ് ഉണ്ടാവാൻ കാരണം നമ്മുടെ ഈ ഹൈഡ്രജൻ ആറ്റംസ് കാർബൺ ആറ്റംസ് അഡ്ജസൻറ്റ് കാർബൺ ആറ്റംസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് എന്ത്, ന്യൂക്ലിയർ സ്പിൻ. അതിന് റിസൾട്ട് ചെയ്തതാണ് സ്പിൻ സ്പ്ലിറ്റിംഗ്. ഇൻ ജനറൽ, സെറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഓൺ എ നോൺ ഈക്വലൻ നൈബറിംഗ് carbon atom couple with each other. In term of spin coupling from the possible proton magnetic orientation for one chloropropane, one have only considered the reactions of non-equivalent protons on adjacent carbon atoms. Okay, CH2, CH3, CH2, CH2 proton. Okay, ഇത് നമ്മളെടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന CH3, CH2, CH2, Cl വരയ്ക്കാനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിന് ഓരോന്ന്, അതായത് ആദ്യം ഈ CH3ക്ക് എത്ര നൈബറിങ് ഇതുണ്ടോ, ഓരോന്നിനെ ആദ്യം ഓരോ നമ്മുടെ പ്രോട്ടോൺസിനും നെയിം ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പ്രോട്ടോൺ ഉണ്ട്, അപ്പോൾ NA, ഇവിടെ പ്രോട്ടോൺ ഉണ്ട്, അപ്പോൾ B, ഇവിടെ പ്രോട്ടോണിന് B, ഇവിടെ പ്രോട്ടോൺ ഉള്ളതുകൊണ്ട് C എന്ന് മാർക്ക് ചെയ്തു. ഇവിടെ പ്രോട്ടോൺ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും നെയിം ചെയ്തില്ല. ഓക്കെ. ഇനി എയിൽ എത്ര എണ്ണം ഉണ്ട്, എത്ര ബോണ്ടിങ് ഉണ്ട്,
ഈ സിയും സിയും ആയിട്ട് ബോണ്ടിങ് ഉണ്ട്, പിന്നെ 3H ആയിട്ടും ബോണ്ടിങ് ഉണ്ട് അല്ലേ. അപ്പോൾ അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് എ ആണ്. എക്ക് ട്രിപ്ലെറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു ബോക്സ് ഉണ്ട് നമുക്ക് ആക്ച്വലി പഠിക്കാൻ. അതായത് എത്ര ബോണ്ടിങ് ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് എത്ര ട്രിപ്ലെറ്റ് ഉണ്ടെന്ന് വരയ്ക്കാനൊരു ബോക്സ് ഉണ്ട്. ഓക്കെ, അത് ഞാൻ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വരയ്ക്കാൻ എളുപ്പമാണ്. ഇനി സെക്കൻഡ് കേസിൽ എത്ര എണ്ണം ഉണ്ട്, എത്ര പ്രോട്ടോൺ ഉണ്ട്. ഫസ്റ്റ് കേസിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്? 3 പ്രോട്ടോൺ അല്ലേ, 3യും പിന്നെ ഇവിടുത്തെ 2, അപ്പോൾ മൊത്തം 5. ഓക്കെ, സെക്കൻഡിൽ ബിയിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്? 5, 6, 7. ഓക്കെ, മറ്റ് ലാസ്റ്റത്തിൽ 4 പ്രോട്ടോൺ, 2 പ്രോട്ടോൺ, 2 + 1 3 പ്രോട്ടോൺ. ഓക്കെ, അപ്പോൾ ഓരോന്നിനും അതിൻ്റെ ഡിസൈഡഡ് എത്ര എണ്ണം വരയ്ക്കേണ്ടി വരും, ട്രിപ്ലെറ്റ് ആണോ സിക്സ്ലെറ്റ് ആണോ, അതൊക്കെ നമ്മളൊക്കെ പഠിക്കണമെങ്കിൽ ആ ഒരു ബോക്സ് പഠിച്ചാൽ മതി. ഓക്കെ, അത് ഓൾറെഡി ഞാൻ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, discuss the principle of IR spectroscopy, arrive at the expression for vibrational energy state of a diatomic molecule, draw the potential diagram. ഓക്കെ, ഫസ്റ്റ് എന്താണ് IR സ്പെക്ട്രോസ്കോപ്പി എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. IR എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ അവിടെ പങ്കെടുക്കുന്ന എന്താണ്, ഇൻഫ്രാറെഡ് റേ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. സോ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി or IR spectroscopy involves the transition between vibrational energy of molecule on absorption of radiation falling in the spectral range of 500 cm inverse. അതായത് ഇൻഫ്രാറെഡ് റീജിയനിൽ, അതായത് ഇൻഫ്രാറെഡ് റീജിയനിൽ നിന്നുള്ള ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ വൈബ്രേഷണൽ എനർജിയിൽ സംഭവിക്കുന്ന ഒരു ട്രാൻസിഷനാണ് എന്ത്, ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഡ്യൂറിങ് ദ വൈബ്രേഷൻ ഓഫ് മോളിക്യൂൾ ഇഫ് there occurs change in dipole moment, hence will lead to the generation of an oscillating electrical field. Now if the frequency of this oscillating electric field is equal to the frequency of fluctuating electric field of radiation, there occurs the phenomena of resonance, and hence energy can be transferred from radiation to the molecular or vice versa. This leads to the generation of absorption IR spectra or emission IR spectra respectively. അതായത് ഇപ്പം നമ്മളൊരു വൈബ്രേഷൻ ഓഫ് മോളിക്യൂൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഒരു ഡൈപോൾ മൊമെൻറ്റ് ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അതെന്തിന് കാരണമാവും? ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാൻ കാരണം. ഓക്കെ, അങ്ങനെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ആ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ഇലക്ട്രിക് ഫ്രീക്വൻസി ഓഫ് റേഡിയേഷന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഈക്വലൻ്റ് ആകുമ്പോൾ അവിടെ ഒരു റെസൊണൻസ് ഫ്രീക്വൻസി ഫോം ചെയ്യും. ഓക്കെ, അതെന്തിനൊക്കെ കാരണമാവും? ഒന്നില്ലെങ്കിൽ അബ്സോർപ്ഷൻ IR സ്പെക്ട്ര ഉണ്ടാവാനോ അല്ലെങ്കിൽ എമിഷൻ IR സ്പെക്ട്ര ഉണ്ടാവാനോ ഈ ഒരു റെസൊണൻസ് ഫ്രീക്വൻസി, റെസൊണൻസ് ഫോമുല കാരണം. ഓക്കെ, അതാണ് ഇവിടെ. ഇനി വൈബ്രേഷൻ എനർജി സ്റ്റേറ്റ്, നമുക്ക് ആ ഒരു ഇക്വേഷൻ എന്താണെന്ന് നോക്കണം. അപ്പോൾ വൈബ്രേഷൻ എനർജി സ്റ്റേറ്റ് ഓഫ് എ ഡയഅറ്റോമിക് മോളിക്യൂൾ ആർ ഗിവൺ ബൈ E vibration equal to V + ½ into HV0. ഇതിൽ V എന്ന് പറയുന്നത് എന്താണ്? വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ, അതിൻ്റെ വാല്യൂസ് 0, 1, 2 അങ്ങനെ ഇൻറ്റീജേഴ്സ് ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആയിരിക്കും. V0 എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ വൈബ്രേഷൻ ഫ്രീക്വൻസി സച്ച് ആസ് എ മോളിക്യൂൾ ഹാവിങ് ലൈക്ക് എ സിംഗിൾ ഹാർമോണിക് ഓസിലേറ്റ്. അപ്പോൾ V0ൻ്റെ ഇക്വേഷൻ എന്താണ്? നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, V0 equal to ½ pi into K by mu √K/μ. ഓക്കെ, അതിൽ K എന്ന് പറയുന്നത് ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്, മ്യൂ എന്ന് പറയുന്നത് റിഡ്യൂസ്ഡ് മാസ് ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ, ഇപ്പോൾ ഡയഅറ്റോമിക് മോളിക്യൂൾ അല്ല, അപ്പോൾ ആ രണ്ട് മോളിക്യൂളിൻ്റെയും മാസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡ് ബൈ മാസുകളുടെ സം ഓഫ് ദ മാസ്. ഓക്കെ, അതാണ് ഈ ഇക്വേഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മൾട്ടിപ്ലൈയിങ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് H ഓൺ ബോത്ത് സൈഡ്സ്, അതായത് നമ്മുടെ ഈ ഇക്വേഷനിൽ കേട്ടോ, ഈ ഇക്വേഷനിൽ പ്ലാങ്ക് കോൺസ്റ്റൻറ്റ് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ HV0 equal to H/2 pi √K/μ. ഓക്കെ, അതിൽ ഈ HV0 equal to means HC
HV0 ഈക്വൽ ടു HC ലാംഡ അല്ല എപ്സിലോൺ എന്ന് കിട്ടും. ഓക്കെ, അത് നമ്മൾ ആ മറ്റേ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. നമുക്ക് കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് അതായത് സ്ക്വയർ റൂട്ടൊക്കെ കളഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ കെ ഈക്വൽ ടു നമുക്ക് എങ്ങനെ കിട്ടും? 4μ² π² c² ഇൻറ്റു m1 m2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. ഓക്കെ, അതിൻ്റെ ഒരു ഗ്രാഫാണ് ഇവിടെ വരച്ചിരിക്കുന്നത്, അതായത് പൊട്ടൻഷ്യൽ എനർജി ഗ്രാഫ്. അത് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർമോളിക്കുലർ സെപ്പറേഷൻ എക്സ് ആക്സസിലും പൊട്ടൻഷ്യൽ എനർജി വൈ ആക്സസിലും പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ പിയർ ലാംബേർട്സ് ലോ. ഓക്കെ, അതൊരു 3 മാർക്സിനൊക്കെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് പിയർ ലാംബേർട്സ് ലോ എന്ന് നോക്കാം. When a beam of monochromatic light is passed through a solution of absorbing substance, the rate of decrease in the intensity of incident light with thickness is directly proportional to the intensity of the light as well as the concentration of the solution. അതായത് ബിയർ ലാംബേർട്സ് ലോ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു മോണോക്രോമാറ്റിക് ലൈറ്റ് ഒരു അബ്സോർപ്ഷൻ സബ്സ്റ്റൻസിലൂടെ കടത്തി വിടുമ്പോൾ ആ ലൈറ്റിൽ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റിൽ വരുന്ന ഡിക്രീസാണ്. ഓക്കെ, അതെന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡയറക്റ്റ്ലി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റും കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷനും. ഓക്കെ, അപ്പോൾ അതാണ് ഇക്വേഷൻ. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഈസ് ഡയറക്റ്റ്ലി ഡിക്രീസ് ആയതുകൊണ്ടാണ് കേട്ടോ നെഗറ്റീവ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. ഇതിലൊരു അബ്സോർബൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്. ഇറ്റ് ഈസ് ദ ലോഗ് ഓഫ് റേഷ്യോ ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ടു ദി ട്രാൻസ്മിറ്റഡ് റേഡിയേഷൻ. അതായത് ക്യാപിറ്റൽ എ ഈക്വൽ ടു ലോഗ് ഓഫ് I0 എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഡിവൈഡ് ബൈ IT എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റഡ് റേഡിയേഷൻ ഈക്വൽ ടു എപ്സിലോൺ CL. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ മോളാർ അബ്സോർപ്ഷൻ കോഷ്യൻ്റ് ഓർ മോളാർ അബ്സോർബിറ്റി. ഓക്കെ, നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ്. ഇനി മൊഡ്യൂൾ 3 നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി 3 ആപ്ലിക്കേഷൻ ഓഫ് TGA. ഓക്കെ, അപ്പോൾ TGA എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. TGA എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഗ്രാവിമെട്രിക് അനാലിസിസ് ആണ് അല്ലേ. ഗ്രാവിമെട്രിക് അനാലിസിസ് ആണ് TGA. അതിൻ്റെ 3 ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ബി യൂസ് ടു മെഷർ ഇവാപ്പറേഷൻ റേറ്റ് ഇൻ ലിക്വിഡ് മിക്സ്ചർ. ഓക്കെ, ഒരു ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇവാപ്പറേഷൻ റേറ്റ് ഓഫ് ലിക്വിഡ് മിക്സ്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് TGA ഓഫ് ഹൈഡ്രേറ്റഡ് കാൽഷ്യം ഓക്സലേറ്റ്. അത് ഒരു ആപ്ലിക്കേഷനാണ്. തേർഡ് ആപ്ലിക്കേഷൻ തെർമോഗ്രാം ഗീവ്സ് ഇൻഫർമേഷൻ അബൌട്ട് ഡീകമ്പോസിഷൻ ഓഫ് വേരിയസ് പോളിമേഴ്സ് സിൻസ് ദ ഡീകമ്പോസിഷൻ ടെമ്പറേച്ചർ ആർ ഡിഫറെൻറ്റ് ഫോർ ഈച്ച് പോളിമർ. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ്. ഓരോ പോളിമേഴ്സിൻ്റെ ഡീകമ്പോസിഷൻ ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. അത് നമുക്ക് ഈ TGA യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ പോളിമറിനെയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 3 മാർക്സിന് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ടേം റിഡൻഷൻ ടൈം TR ആൻഡ് റിലേറ്റീവ് ടൈം ഏരിയ RPA ഇൻ GC എന്ന് പറഞ്ഞാൽ ഗ്യാസ് ക്രോമാറ്റോഗ്രഫി. അപ്പോൾ ഗ്യാസ് ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ടെക്നിക് അപ്ലൈഡ് ഫോർ സെപ്പറേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് കോമ്പൗണ്ട്സ് ഓഫ് മിക്സ്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ബൈ സെലക്റ്റീവ് partitioning between stationary phase and mobile phase inside the column, followed by sequential election of separated compounds. അതായത് ഗ്യാസ് ക്രോമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ ഒരു മിക്സ്ചർ ഓഫ് കോമ്പൗണ്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സെപ്പറേറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഗ്യാസ് ക്രോമാറ്റോഗ്രഫി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതെന്താ ചെയ്യണം? പാർട്ടീഷനിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റേഷനറി ഫേസിനും മൊബൈൽ ഫേസിനും ഡിഫറെൻറ്റ് പാർട്ടീഷൻ ചെയ്തിട്ട് അന്ന് ഓരോ കമ്പൗണ്ട്സിനും സെപ്പറേറ്റ് ചെയ്ത് എടുക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിഡൻഷൻ ടൈം എന്താണെന്ന് വെച്ചിരിക്കുന്നത്, ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ബൈ ദ സൊല്യൂട്ട് ടു പാസ് ബിറ്റ്വീൻ
സാമ്പിൾ ഇഞ്ചക്ഷൻ പോർട്ട് ആൻഡ് ഡിറ്റക്ടർ, അതായത് നമ്മൾ ഏത് സാമ്പിളിനെയാണോ സെപ്പറേറ്റ് ചെയ്യേണ്ടത് അതിന് ഇഞ്ചക്ട് ചെയ്യുന്നത് തൊട്ട് അവസാനം അത് ഡിറ്റക്ട് ചെയ്യുന്ന വരെ എടുക്കുന്ന ടൈമിനെയാണ് എന്ത് പറയുന്നത്, റിറ്റൻഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, that is TR. It is the characteristic property which help for the identification. അതായത് ഓരോ കമ്പോണൻറ്റും എടുക്കുന്ന ടൈം ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഓരോ കമ്പോണൻറ്റിനെയും കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പീക്ക് ഏരിയ എന്താ, RPA എന്താണെന്ന് ചോദിച്ചിരിക്കണം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഏരിയ ഓഫ് എ ഗിവൺ പീക്ക് ടു ദി ടോട്ടൽ ഏരിയ ഓഫ് ഓൾ പീക്ക്. ദ പെർസെൻറ്റേജ് ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഇൻ ദ മിക്സ്ചർ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദ റിലേറ്റീവ് പീക്ക് ഏരിയ. ഓക്കെ, അതായത് ഒരു കമ്പോണൻറ്റിൻ്റെ പീക്കും മറ്റ് പീക്സ് തമ്മിൽ ടോട്ടൽ ഏരിയയും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്, റിലേറ്റീവ് പീക്ക് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കമ്പോണൻറ്റിൻ്റെയും പേഴ്സൻറ്റേജിൽ ഡിഫറൻസ് ഉണ്ടാവും നമ്മളിങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പോണൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, discuss the principle and procedure in column chromatography. Explain how TLC is useful in checking the purity of each fraction. അപ്പോൾ ആദ്യം കോളം ക്രോമാറ്റോഗ്രഫി എന്താണെന്ന് നോക്കാം. ക്രോമാറ്റോഗ്രാഫിക് സെപ്പറേഷൻ ടെക്നിക് ഇൻ വിച്ച് സ്റ്റേഷനറി phase is liquid, solid or liquid. Usually stationary phase in column chromatography is silica, alumina, calcium phosphate, magnesium starch, etc. Mobile phase used is a single solvent or a mixture of solvent like benzene, cyclohexane, chloroform, carbon tetrachloride, carbon sulfide, ethyl alcohol, acetic acid and ethyl acetate. അതായത് കോളം ക്രൊമാറ്റോഗ്രഫിയിൽ രണ്ട് ഫേസസ് ഉണ്ടാവും, സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും. സ്റ്റേഷനറി ഫേസ് ഒന്നില്ലെങ്കിൽ സോളിഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ലിക്വിഡ് ആയിരിക്കും. ഓക്കെ, ഇനി മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേഷനറി ഫേസ് സിൽക്ക്, അലുമിനിയം അതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മൊബൈൽ ഫേസിൻ്റെയും എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ പ്രൊസീജിയർ നോക്കാം. നമ്മളിങ്ങനെ ഒരു സ്റ്റേഷനറി ഫേസ് എടുത്ത് ഈ ബ്ലൂ കളറിൽ കാണിക്കുന്ന സ്റ്റേഷനറി ഫേസാണ് നമുക്ക് വേണ്ട. ഏത് സാമ്പിളിനെയാണോ സെപ്പറേറ്റ് ചെയ്യുന്നത് അതിനെ ഇവിടെ ഗ്രീൻ കളറിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഫിഗർ. അത് കഴിഞ്ഞ് നമ്മൾ മൊബൈൽ ഫേസ് ആഡ് ചെയ്തു, ഈ പിങ്ക് കളറുള്ള മൊബൈൽ ഫേസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടോ സാമ്പിൾ സെപ്പറേഷൻ നടക്കുന്നുണ്ടോ, ഓറഞ്ചും ബ്രൗണും ഗ്രീനും ആയിട്ട് സെപ്പറേഷൻ നടന്നു. അങ്ങനെ നമ്മൾ മൊബൈൽ ഫേസ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഇവിടെ സെപ്പറേഷൻ നടന്ന് ഫസ്റ്റ് സൊല്യൂഷൻ, അതായത് വീക്കർ ഇൻട്രാക്ഷൻ നടക്കുന്നത് ആദ്യം പുറത്തോട്ട് വരും. ഓക്കെ, അങ്ങനെ സ്ട്രോങ് ഇൻട്രാക്ഷൻ ഉള്ളത് പതുക്കെയാണ് ഈ സ്റ്റേഷനറി ഫേസിൽ നിന്ന് ഇറങ്ങി വരുള്ളൂ. ഇപ്പോൾ വീക്കർ ഇൻട്രാക്ഷൻ ഉള്ളത് ഗ്രീൻ ആയതുകൊണ്ട് ഗ്രീൻ ആദ്യം നമുക്ക് പുറത്തെടുക്കാൻ പറ്റും, പിന്നെ ബ്രൗൺ. ഓക്കെ, അങ്ങനെയാണ് കോളം സെപ്പറേഷൻ അല്ലെങ്കിൽ കോളം ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ഇനി TLC എന്ന് പറഞ്ഞാൽ അതും കൂടെ നമ്മളെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. TLC എന്ന് പറഞ്ഞാൽ തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി എന്നാണ്. ഓക്കെ, അതിലെന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു തിൻ ഷീറ്റ് ഓഫ് ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒരു അലൂമിനിയം ഫോയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, thin layer chromatography is performed on a sheet of glass, plastic or aluminum foil which is coated with a thin layer of absorbent material. അതെന്തിനാ വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ഏത് സബ്സ്റ്റൻസിനെ വെച്ചാൽ അപ്പോൾ ഒന്നിനെ പതുക്കെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ പല ലെവലിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അബ്സോർബൻറ്റ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്ന സിലിക്ക ജെല്ല്, അലുമിനിയം ഓക്സൈഡ്, സെല്ലുലോസ് ഒക്കെയാണ്. ദിസ് ലെയർ ഓഫ് അഡ്സോർബൻറ്റ് ഈസ് നോൺ ആസ് സ്റ്റേഷനറി ഫേസ്. ആ അഡ്സോർബൻറ്റ് ലെയറിനെയാണ് നമ്മൾ സ്റ്റേഷനറി ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. After the sample has been applied on the plate, a solvent on solvents mixture that known as mobile phase is drawn up the plate by capillary action. Because different analytes ascend the TL plate at different rate, separation is achieved. It is thus based on the principle of adsorption chromatography or partition chromatography or combination of both, depending on the adsorbent, its treatment and nature of solvents employed. The components with more affinity towards stationary phase travel slower. Components with less affinity towards stationary phase travels fast. അതായത് ചിലത് ഈ സ്റ്റേഷനറി ഫേസുമായിട്ട് അബ്സോർബൻ്റ് ആയിരിക്കുമ്പോൾ അത് പതുക്കെയാണ് ആ പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ നീങ്ങി വരുള്ളൂ, അല്ലാത്തത് സെപ്പറേറ്റ് ആയി ഇങ്ങനെ കിടക്കും. ഓക്കെ, ഇതാണ് ഈ കാണിച്ചിരിക്കുന്ന നമ്മുടെ TLC പ്ലേറ്റാണത്. ഈ പ്ലേറ്റിൽ മൊബൈൽ ഫേസ് നമ്മളിങ്ങനെ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് ഒരു പല കളറിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയത് കണ്ടില്ലേ,
ഇതാണ് നമ്മുടെ മൊബൈൽ ഫേസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ. ഓക്കെ, once separation occurs, the individual compounds are visualized as a spots as a respective level of travel on the plate. Their nature or character is identified by means of suitable detection method. അതായത് ഓരോരോ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, നമുക്ക് ഓരോ കമ്പോണൻസ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കെച്ച് ദ ഡെറിവേറ്റീവ് TG ഗ്രാഫ് ഓഫ് കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ്. അപ്പം നമ്മുടെ തെർമോ ഗ്രാവിമെട്രിക് കാൽഷ്യം ഓക്സലേറ്റിൻ്റെത് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുക, അത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഡിറൈവ് TG ഈസ് ഡെറിവേറ്റീവ് TG. ഓക്കെ, ഡെൽറ്റ TG ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്ലോപ്പ് ഓഫ് TG obtained by changing in mass delta m divided by change in temperature in small intervals. The plot delta m by delta t versus temperature is called derivative TG. Okay, the graph gives downwards peak. Each peak signifies temperature at which maximum rate of decomposition takes place. അപ്പോൾ നമുക്ക് ഗ്രാഫ് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ കാൽഷ്യം ഓക്സലേറ്റിന് നമ്മൾ ഓരോ ഇതിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതാണ്. കാൽഷ്യം ഓക്സലേറ്റിന് ലാസ്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഓരോ ടെമ്പറേച്ചറിലും ഇത് എങ്ങനെയാണ് ഡീകമ്പോസിഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് 100 to 200 ഡിഗ്രി സെൽഷ്യസിൽ ഇതെങ്ങനെയാണ് ഡീകമ്പോസിഷൻ നടക്കുന്നത്. 400 to 500 ടെമ്പറേച്ചർ വീണ്ടും കൂടുമ്പോൾ അടുത്ത ഡീകമ്പോസിഷൻ, ലാസ്റ്റ് 600 to 850 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ കാൽഷ്യം ഓക്സലേറ്റിന് നമുക്ക് ഡീകമ്പോസ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇതാണ് തെർമോ ഗ്രാവിമെട്രിക് മെത്തേഡ് ഓഫ് ഡീകമ്പോസിഷൻ. ഓക്കെ, അതിന് കാൽഷ്യം ഓക്സലേറ്റിന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ ഈ ഓരോ സ്റ്റെപ്പ്. ഈ ഫിഗർ കണ്ടില്ലേ ഫസ്റ്റ്, അതായത് 100 ഡിഗ്രി വരെ ഇതും അതായത് കാൽഷ്യം ഓക്സലേറ്റിന് ഓരോ ടെമ്പറേച്ചറിൽ അതിന് വരുന്ന ഡീകമ്പോസിഷനാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് കാൽഷ്യം ഓക്സലേറ്റ് ആദ്യം 100 വരെ അതിനൊരു പ്രത്യേകിച്ചൊരു മാറ്റമില്ല. നെക്സ്റ്റ് ഇതിൽ അത് ഡീകമ്പോസ് ആവുന്ന, അതാണ് ഈ ഒരു റെഡ്യൂസിങ് ഇത് കാണിക്കുന്നത് ഗ്രാഫ്. റെഡ്യൂസ് ചെയ്തിട്ട് CaC2O4 ആയി മാറുന്നുണ്ട്. വീണ്ടും ഒരു 346 വരെ ചേഞ്ച് ഒന്നുമില്ല. 400 ആകുമ്പോൾ അതിന് ചേഞ്ച് വരുന്നു, കണ്ടോ. വീണ്ടും 420 വരെ ചേഞ്ചസ് ഒന്നുമില്ല. അത് കഴിഞ്ഞ് 500 എബവ് ആകുമ്പോൾ, അതായത് 500 എബവ് ആകുമ്പോൾ വീണ്ടും അതായത് 650 എബവ് ആകുമ്പോൾ, ഓക്കെ, 420 തൊട്ട്, അതായത് ഏകദേശം 400 തൊട്ട് 650 വരെ അത് കോൺസ്റ്റൻ്റ് ആണ്. 660 ആകുമ്പോൾ വീണ്ടും ഇത് റെഡ്യൂസ് ചെയ്ത് അടുത്ത ഡീകമ്പോസിഷൻ നടക്കുന്നു. 850 ആകുമ്പോൾ വീണ്ടും ഇത് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നു. ഓക്കെ, ഇതാണ് കാൽഷ്യം ഓക്സലേറ്റിൻ്റെ TG ഡയഗ്രാം. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് TG തെർമോ ഗ്രാവിമെട്രിക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എക്സ്പ്ലെയിൻ വേരിയസ് കെമിക്കൽ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ദ സിന്തസിസ് ഓഫ് നാനോ മെറ്റീരിയൽസ്. ഓക്കെ, അതായത് നമ്മുടെ നാനോ മെറ്റീരിയലിന് സിന്തസിസ് ഒക്കെ നമ്മളിതിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേരിയസ് കെമിക്കൽ മെത്തേഡ്സ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മെയിൻലി 3 കെമിക്കൽ മെത്തേഡാണുള്ളത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് കെമിക്കൽ റിഡക്ഷൻ മെത്തേഡ്. ദ കെമിക്കൽ റിഡക്ഷൻ മെത്തേഡ് ഓഫ് മെറ്റൽ കോംപ്ലക്സസ് ടു ദി മെറ്റാലിക് നാനോ പാർട്ടിക്കിൾസ് ഈസ് എ വെരി കോമൺ method of preparation. For this method of preparation, various metal salt, reducing agent and polymeric stabilizers are used. Nanoparticles with a well controlled size and shape in colloid form is obtained by this method. അതായത് കെമിക്കൽ റിഡക്ഷൻ മെത്തേഡ് ആണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ലാസ്റ്റ് ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വെൽ കൺട്രോൾഡ് സൈസ് ആൻഡ് ഷേപ്പ് ഉള്ള ഒരു കൊളൈഡഡ് ഫോം ആയിരിക്കും നമുക്ക് ഈ മെത്തേഡിലൂടെ കിട്ടുന്ന നാനോ പാർട്ടിക്കിൾ. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഹൈഡ്രോ തെർമൽ മെത്തേഡാണ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് in this method a sealed vessel is employed. In this sealed vessel solvent can be brought to temperature where above their boiling point by increasing in autogenous pressure resulting from the heat. അങ്ങനെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നാനോ പാർട്ടിക്കിൾസിനെ സിന്തസൈസ് ചെയ്യുന്നത്. അത് തന്നെ ഒരു സീൽഡ് വെസലിനകത്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പെർഫോമിങ് എ കെമിക്കൽ റിയാക്ഷൻ അണ്ടർ സച്ച് കണ്ടീഷൻ ഈസ് റെഫേർഡ് ടു ആസ് എ സോൾവോ തെർമൽ സിന്തസിസ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് സോൾവോ തെർമൽ സിന്തസിസ്.
If the same process is done with water as a solvent, it is also called as hydrothermal process. Okay. Next method ആണ് salt gel technique. Salt എന്ന് പറഞ്ഞാൽ it is a colloid solution made up of solid particles suspended in a solution phase, so liquid phase. Gel is a solid molecule immersed in a solvent. Solar gel process, it may be defined as the chemical transformation of liquid into gel state and with subsequent post treatment and transition into solid oxide material. Okay, ഈ മൂന്ന് മെത്തേഡ്സ് ആണ് സിന്തസിസ് ഓഫ് നാനോ മെറ്റീരിയലിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മളുടെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് SEM, അതായത് സ്കാനിങ് ഇലക്ട്രോ മൈക്രോസ്കോപ്പി. ഓക്കെ, ഇതൊരു 2 ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് തേർഡ് മൊഡ്യൂളിൽ. ആ എല്ലാ ടോപ്പിക്സിലൂടെയും ജസ്റ്റ് ഒന്ന് കടന്നു പോകുന്നുണ്ട്. ഇൻ ഡെപ്തിൽ നിങ്ങൾ ഒന്നുകൂടെ വായിച്ച് പഠിക്കണം. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്കാനിങ് ഇലക്ട്രോ മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത് SEM എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സർഫസ് ക്യാരക്ടറൈസേഷൻ ടെക്നിക്കാണ് നാനോ ടെക്നോളജിയിലുള്ള. It is a type of electron microscope that produce images of a sample by scanning the surface with a focused beam of electron. This can provide information about topology, morphology, composition and crystallography information. അതായത് ഈ ഒരു സ്കാനിങ് വഴി അതിൻ്റെ സർഫസ് ഫീച്ചേഴ്സ്, ഷേപ്പ്, സൈസ്, കോമ്പോസിഷനൊക്കെ നമുക്ക് എന്തായിരിക്കും എന്നുള്ളത് ഒരു ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, അതിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സ്കാനിങ് ഇലക്ട്രോ മൈക്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺ ബീമാണ്. ഓക്കെ, സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. മുമ്പ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. SEM scans a focused electron beam over a surface to create an image. The electron in beam interact with the sample, producing various signals that can give information about the surface topology and composition. അതായത് ഒരു ഇലക്ട്രോൺ ബീം നമ്മുടെ സാമ്പിളിലേക്ക് വന്ന് പതിക്കുമ്പോൾ അത് ഒരു ഡിഫറെൻറ്റ് സിഗ്നൽസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർഫസ്, ടോപ്പോഗ്രഫി, കോമ്പിനേഷൻ എന്താണെന്നൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. Electron from the top of the column is accelerated down and passed through a combination of lengths to produce a focused beam of electron which hit the surface of sample. അതായത് നമ്മുടെ ഒരു കോളത്തിലൂടെയാണ് ഈ ഇലക്ട്രോൺ ബീമിനെ നമ്മൾ കടത്തിവിടുമ്പോൾ 2 ലെങ്സിൻ്റെ ഉള്ളിൽ കൂടെയാണ് കടത്തിവിടുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബീം ഒരു ഫോക്കസ്ഡ് ബീം ആവാൻ വേണ്ടിയിട്ട്, ഇലക്ട്രോൺ ബീം. അങ്ങനെ അത് സാമ്പിളിൽ വന്ന് പതിക്കും. ഓക്കെ, ആസ് എ റിസൾട്ട് ദ ഇലക്ട്രോൺ സാമ്പിൾ ഇൻട്രാക്ഷൻ signals are produced. These signals are then detected by appropriate detectors. അങ്ങനെ സാമ്പിളിൽ വന്ന് പതിക്കുമ്പോഴാണ് ഈ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സിഗ്നൽസ് ഡിറ്റക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ കോമ്പോസിഷൻ എന്താണെന്നും അതിൻ്റെ ടോപ്പോളജി എന്താണെന്നൊക്കെ പഠിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്. അതായത് ഫസ്റ്റ് ഇലക്ട്രോൺ സോഴ്സ്, ഇവിടെ നിന്നാണ് നമ്മുടെ ഇലക്ട്രോൺ ബീം വരുന്നത്. 2 ലെങ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, കണ്ടൻസർ ലെങ്സും ഒബ്ജക്റ്റീവ് ലെങ്സും. ഇങ്ങനെ ഇലക്ട്രോൺ പാസ് ചെയ്തിട്ട് ഇത് ഫോക്കസ് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ സാമ്പിളിൽ വന്ന് പതിക്കും. സാമ്പിളിൽ വന്ന് പതിക്കുമ്പോൾ അത് എന്ത് ചെയ്യും, നമ്മുടെ സിഗ്നൽസ് ഫോം ചെയ്യും. ആ സിഗ്നൽസ് നമ്മൾ ഡിറ്റക്ടറിലൂടെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് എന്ത് ടൈപ്പ് മെറ്റീരിയലാണ്, അതിൻ്റെ ഷേപ്പ് എന്താ, സൈസ് എന്താണെന്നുള്ളതൊക്കെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്കാനിങ് ഇലക്ട്രോ മൈക്രോസ്കോപ്പിയുടെ ഒരു അറേഞ്ച്മെൻറ്റ്. 2 ലെൻസസ് ഉണ്ട്. ഇലക്ട്രോൺ ബീമിനെ ഫോക്കസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ലെൻസ് യൂസ് ചെയ്യുന്നത്. സാമ്പിളിൽ വന്ന് പതിക്കുമ്പോൾ ആ സാമ്പിൾ ഏത് ടൈപ്പ് ആണ് അതിലുള്ളതെന്ന് നമുക്ക് ഇതിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന സിഗ്നലിൽ ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ TG ആൻഡ് TDA. ഓക്കെ, അതെന്താണെന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതും മോസ്റ്റ്ലി ഒരു 3 മാർക്സിനൊക്കെ എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. TG എന്ന് പറഞ്ഞാൽ തെർമോഗ്രാവിമെട്രിക് അനാലിസിസും DTA എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസുമാണ്. ഓക്കെ, അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം തെർമോഗ്രാവിമെട്രിക് അനാലിസിസ്, ദാറ്റ് ഈസ് TGA. ഓക്കെ, it is a thermal method of analysis in which mass of the sample is measured as a function of temperature. As the temperature of the sample
linearly from the room temperature to 1200 degrees Celsius. ഇതൊരു തെർമൽ മെത്തേഡാണ്. തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു തെർമൽ മെത്തേഡാണ്. അവിടെ ടെമ്പറേച്ചർ ഡിഫറൻസിനനുസരിച്ച് ടെമ്പറേച്ചർ ഫംഗ്ഷൻ ബേസിലാണ് അതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. In TGA, mass of the substance is recorded continuously as a function of temperature. നമ്മൾ ഓൾറെഡി പറഞ്ഞു function of temperature ആണ്. TGA is used to study physical and chemical changes followed by mass changes. Okay, physical and chemical changes mass changes നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, സ്റ്റഡി ചെയ്യാൻ പറ്റും. TGA thermogram is the plot of mass against temperature. ഓക്കെ, ഇത്രയാണ് തെർമോഗ്രാവിമെട്രിക്കിനെ കുറിച്ചുള്ള 4 പോയിൻറ്റ്സ്. ഇനി നമ്മൾ അടുത്തത് ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ് ആണ്. ഇതും എന്താണ്, തെർമൽ അനാലിസിസ് ആണ്. ഇൻ വിച്ച് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദ സാമ്പിൾ ആൻഡ് ഇനേർട്ട് റെഫറൻസ് compound is measured as a function of a sample temperature as the sample and reference are heated uniformly in a constant manner. ഇവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. എന്തിൻ്റെ, സാമ്പിളിൻ്റെയും നമ്മൾ ഇൻസേർട്ട് ചെയ്ത റെഫറൻസ് കോമ്പൗണ്ടിൻ്റെയും ടെമ്പറേച്ചറിൽ വരുന്ന ഡിഫറൻസ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പേര് ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് in DTA, temperature of the sample and the inert reference component is measured as a function of temperature. നമ്മൾ ഓൾറെഡി പറഞ്ഞു. It is used to study the physical and chemical changes that occur with or without mass change. അതായത് നമ്മൾ തെർമോഗ്രാവിമെട്രിക് അനാലിസിസിൽ എന്താ പറഞ്ഞത്, ഫിസിക്കലും കെമിക്കൽ ചേഞ്ചും മാസ് ചേഞ്ചിന് ഫോളോഡ് ആയിട്ട് നടക്കുന്നതിനെ പഠിക്കുന്നുള്ളതാണ്. അതേസമയം ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസിൽ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് പഠിക്കാൻ പറ്റും. അവിടെ മാസ് ചേഞ്ച് ഉണ്ടാവണം നിർബന്ധമില്ല, ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ്, DTA thermogram is a plot of difference in temperature between sample and reference component against temperature. ഓക്കെ, മറ്റടുത്ത് മാസ് ആയിരുന്നു, ഇവിടെ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചറും അഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ, ഡെൽറ്റ ടി അഗെയിൻസ്റ്റ് ടി ആണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സെക്കൻഡ് ആൻഡ് തേർഡ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ്, മോസ്റ്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് സെക്കൻഡ് ആൻഡ് തേർഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.